PSC എഡ്യു ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. മധ്യകാല ഇന്ത്യ ചരിത്രം എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പാർട്ട് 6 ആണ് ഇന്നത്തെ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിലൂടെ മുഗൾ സാമ്രാജ്യത്തിലെ പ്രഗത്ഭനായ ഭരണാധികാരിയായ ഔറംഗസേബിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. PSC മുൻകാലത്ത് ചോദിച്ച ചോദ്യങ്ങൾ, SCERT ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ എന്നിവയും ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടും ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനകരമായിരിക്കും. ക്ലാസിന്റെ ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പിതാവായ ഷാജഹാനെ വധിച്ചുകൊണ്ട് മുഗൾ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായ വ്യക്തിയാണ് ഔറംഗസേബ്. പിതാവായ ഷാജഹാനെ വധിച്ചുകൊണ്ട് മുഗൾ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായത് ആരാണ്? ഔറംഗസേബ്. ഭരണ കാലഘട്ടം 1658 മുതൽ 1707 വരെ. മുഗൾ സാമ്രാജ്യത്തിലെ പ്രഗത്ഭനായ അവസാനത്തെ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് ഔറംഗസേബ്. മുഗൾ സാമ്രാജ്യത്തിലെ പ്രഗത്ഭനായ അവസാനത്തെ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് ഔറംഗസേബ്. ഈ സെന്റൻസ് ഒന്ന് ശ്രദ്ധിക്കുക. മുഗൾ സാമ്രാജ്യത്തിലെ അവസാനത്തെ ഭരണാധികാരി എന്നല്ല പറഞ്ഞത്, മുഗൾ സാമ്രാജ്യത്തിലെ പ്രഗത്ഭനായ അവസാനത്തെ ഭരണാധികാരി എന്ന് അറിയപ്പെട്ടത് ആരാണ്? ഔറംഗസേബ്. മുഗൾ സാമ്രാജ്യത്തിലെ അവസാനത്തെ ഭരണാധികാരി ആരാണെന്ന് നമ്മൾ ഇനി പഠിക്കും. പക്ഷെ ഇവിടെ പറയുന്നത് മുഗൾ സാമ്രാജ്യത്തിലെ പ്രഗത്ഭനായ അവസാനത്തെ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് ആരാണ്? ഔറംഗസേബ്. വിശുദ്ധ യോദ്ധാവ് എന്നർത്ഥം വരുന്ന ഗാസി എന്നറിയപ്പെട്ട മുഗൾ ഭരണാധികാരിയാണ് ഔറംഗസേബ്. വിശുദ്ധ യോദ്ധാവ് എന്നർത്ഥമുള്ള ഗാസി എന്നറിയപ്പെട്ട മുഗൾ ഭരണാധികാരി ആരാണ്? ഔറംഗസേബ്. എങ്ങനെ അറിയപ്പെട്ടു? വിശുദ്ധ യോദ്ധാവ് എന്നർത്ഥമുള്ള ഗാസി എന്ന് അറിയപ്പെട്ടു. മുഗൾ സാമ്രാജ്യത്തിന്റെ ഭൂവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച മുഗൾ ഭരണാധികാരിയാണ് ഔറംഗസേബ്. മുഗൾ സാമ്രാജ്യത്തിന്റെ ഭൂവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച മുഗൾ ഭരണാധികാരി ആരാണ്? ഔറംഗസേബ്. ജീവിക്കുന്ന സന്യാസി അഥവാ സിന്ദ് പീർ എന്നറിയപ്പെട്ട മുഗൾ ഭരണാധികാരിയാണ് ഔറംഗസേബ്. ജീവിക്കുന്ന സന്യാസി അഥവാ സിന്ദ് പീർ എന്നറിയപ്പെട്ട മുഗൾ ഭരണാധികാരിയാണ് ഔറംഗസേബ്. ലോകം കീഴടക്കിയവൻ എന്നർത്ഥം വരുന്ന ആലംഗീർ എന്നറിയപ്പെട്ട മുഗൾ ഭരണാധികാരി ആരാണ്? ഔറംഗസേബ്. ലോകം കീഴടക്കിയവൻ എന്നർത്ഥം വരുന്ന ആലംഗീർ എന്നറിയപ്പെട്ട മുഗൾ ഭരണാധികാരിയും ഔറംഗസേബ് തന്നെയാണ്. ഒരിക്കൽ കൂടെ നോക്കാം. പിതാവായ ഷാജഹാനെ വധിച്ചുകൊണ്ട് മുഗൾ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായത് ഔറംഗസേബ്. ഭരണ കാലഘട്ടം 1658 മുതൽ 1707 വരെ. മുഗൾ സാമ്രാജ്യത്തിലെ പ്രഗത്ഭനായ അവസാനത്തെ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് ഔറംഗസേബ്. മുഗൾ സാമ്രാജ്യത്തിലെ പ്രഗത്ഭനായ അവസാനത്തെ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് ആരാണ്? ഔറംഗസേബ്. വിശുദ്ധ യോദ്ധാവ് എന്നർത്ഥം വരുന്ന ഗാസി എന്നറിയപ്പെട്ട മുഗൾ ഭരണാധികാരിയും ഔറംഗസേബ് തന്നെയാണ്. വിശുദ്ധ യോദ്ധാവ് എന്നർത്ഥമുള്ള ഗാസി എന്നറിയപ്പെട്ട മുഗൾ ഭരണാധികാരി ആരാണ്? ഔറംഗസേബ്. മുഗൾ സാമ്രാജ്യത്തിന്റെ ഭൂവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച മുഗൾ ഭരണാധികാരിയാണ് ഔറംഗസേബ്. മുഗൾ സാമ്രാജ്യത്തിന്റെ ഭൂവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച മുഗൾ ഭരണാധികാരി ആരാണ്? ഔറംഗസേബ്. ജീവിക്കുന്ന സന്യാസി അഥവാ സിന്ദ് പീർ എന്നറിയപ്പെട്ടത് ഔറംഗസേബ്. ജീവിക്കുന്ന സന്യാസി അഥവാ സിന്ദ് പീർ എന്നറിയപ്പെട്ട ഭരണാധികാരി ആരാണ്? ഔറംഗസേബ്. ജീവിക്കുന്ന സന്യാസി അല്ലെങ്കിൽ സിന്ദ് പീർ എന്ന് അറിയപ്പെട്ടു. ലോകം കീഴടക്കിയവൻ എന്നർത്ഥം വരുന്ന ആലംഗീർ എന്ന പേര് സ്വീകരിച്ചു. ലോകം കീഴടക്കിയവൻ എന്നർത്ഥം വരുന്ന ആലംഗീർ എന്ന പേര് സ്വീകരിച്ച മുഗൾ ഭരണാധികാരി ഔറംഗസേബ്. ലോകം കീഴടക്കിയവൻ എന്നർത്ഥം വരുന്ന ആലംഗീർ എന്ന പേര് സ്വീകരിച്ച മുഗൾ ഭരണാധികാരിയാണ് ഔറംഗസേബ്. വീണ വായനയിൽ തൽപരനായിരുന്ന മുഗൾ ഭരണാധികാരിയാണ് ഔറംഗസേബ്. വീണ വായനയിൽ തൽപരനായിരുന്ന മുഗൾ ഭരണാധികാരി ആരാണ്? ഔറംഗസേബ്. അടുത്തത് PSCയുടെ ഒരു മുൻകാല ചോദ്യമാണ്. പേർഷ്യക്കാരുടെ പുതുവത്സര ആഘോഷമായ നവ്റോസ് നിരോധിച്ച മുഗൾ ഭരണാധികാരി ആരാണ്?
ഔറംഗസേബ്. പേർഷ്യക്കാരുടെ പുതുവത്സരാഘോഷമായ നവറോസ് നിരോധിച്ച മുഗൾ ഭരണാധികാരിയാണ് ഔറംഗസേബ്. നവറോസ് എന്ന പേരിൽ ഒരു പേർഷ്യൻ പുതുവത്സര ആഘോഷം ആരംഭിച്ച ഭരണാധികാരി അടിമവംശത്തിലെ ഗിയാസുദ്ദീൻ ബാൽബനാണ്. നവറോസ് ആരംഭിച്ചത് ആരാണ്? നവറോസ് എന്ന പേർഷ്യൻ പുതുവത്സര ആഘോഷത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? അടിമവംശ ഭരണാധികാരിയായ ഗിയാസുദ്ദീൻ ബാൽബൻ. പേർഷ്യക്കാരുടെ പുതുവത്സരാഘോഷമായ നവറോസ് നിരോധിച്ച മുഗൾ ഭരണാധികാരിയാണ് ഔറംഗസേബ്. പേർഷ്യക്കാരുടെ പുതുവത്സര ആഘോഷമായ നവറോസ് നിരോധിച്ച മുഗൾ ഭരണാധികാരി ആരാണ്? ഔറംഗസേബ്. അക്ബർ നിർത്തലാക്കിയ ജസിയ നികുതി പുനരാരംഭിച്ചത് ആരാണ്? ഔറംഗസേബ്. അക്ബർ നിർത്തലാക്കിയ ജസിയ നികുതി പുനരാരംഭിച്ച മുഗൾ ഭരണാധികാരി ആരാണ്? ഔറംഗസേബ്. എന്നാൽ ഈ ജസിയ എന്ന നികുതി കൊണ്ടുവന്നത് ആരാണ്? ഫിറോസ് ഷാ തുഗ്ലക്. ഡൽഹി സുൽത്താനേറ്റിലെ ഭരണാധികാരിയായിരുന്ന ഫിറോസ് ഷാ തുഗ്ലക്. അക്ബർ നിർത്തലാക്കിയ ജസിയ നികുതി പുനരാരംഭിച്ച മുഗൾ ഭരണാധികാരിയാണ് ഔറംഗസേബ്. ഡെക്കാൻ നയം നടപ്പിലാക്കിയ മുഗൾ ഭരണാധികാരി ആരാണ്? ഔറംഗസേബ്. ഡെക്കാൻ നയം നടപ്പിലാക്കിയ മുഗൾ ഭരണാധികാരിയാണ് ഔറംഗസേബ്. അടുത്തത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ. കൊട്ടാരത്തിൽ പാട്ടും നൃത്തവും നിരോധിച്ച മുഗൾ ഭരണാധികാരി ആരാണ്? ഔറംഗസേബ്. കൊട്ടാരത്തിൽ പാട്ടും നൃത്തവും നിരോധിച്ച മുഗൾ ഭരണാധികാരിയാണ് ഔറംഗസേബ്. അവസാനത്തെ മുഗൾ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് ആരാണ്? ഔറംഗസേബ്. നമ്മൾ കുറച്ചു നേരത്തെ ഡിസ്കസ് ചെയ്തു. ഇത് PSC ഒരു മുൻകാല ചോദ്യമാണ്. അവസാനത്തെ മുഗൾ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് ആരാണ്? ഔറംഗസേബ്. എന്നാൽ അവസാനത്തെ മുഗൾ ഭരണാധികാരി എന്നാണ് ചോദ്യമെങ്കിൽ ബഹദൂർ ഷാ സെക്കൻഡ്, ബഹദൂർ ഷാ രണ്ടാമൻ. അവസാനത്തെ മുഗൾ ചക്രവർത്തി ആരാണ്? ഔറംഗസേബ്. അവസാനത്തെ മുഗൾ ചക്രവർത്തി ആരാണ്? ഔറംഗസേബ്. എന്നാൽ അവസാനത്തെ മുഗൾ ഭരണാധികാരി ആരാണ് എന്നാണ് ചോദ്യമെങ്കിൽ ബഹദൂർ ഷാ രണ്ടാമൻ. ആരാണ്? ബഹദൂർ ഷാ രണ്ടാമൻ. സാമൂഗാർ യുദ്ധം ഏത് ചക്രവർത്തിയുടെ അധികാരമാണ് ഉറപ്പിച്ചത്? ഇത് PSC ഒരു മുൻകാല ചോദ്യമാണ്. ആരുടെ? ഔറംഗസേബിന്റെ. ഏതാണ് യുദ്ധം? സാമൂഗാർ യുദ്ധം. സാമൂഗാർ യുദ്ധം ഏത് മുഗൾ ചക്രവർത്തിയുടെ അധികാരമാണ് ഉറപ്പിച്ചത്? ഏത് മുഗൾ ചക്രവർത്തിയുടെ? ഔറംഗസേബ്. ഒരിക്കൽ കൂടി നോക്കാം. വീണ വായനയിൽ തൽപരനായിരുന്ന മുഗൾ ഭരണാധികാരിയാണ് ഔറംഗസേബ്. വീണ വായനയിൽ തൽപരനായിരുന്ന മുഗൾ ഭരണാധികാരിയാണ് ഔറംഗസേബ്. പേർഷ്യക്കാരുടെ പുതുവത്സരാഘോഷമായ നവറോസ് നിരോധിച്ച മുഗൾ ഭരണാധികാരിയാണ് ഔറംഗസേബ്. ഇത് PSC ഒരു മുൻകാല ചോദ്യമാണ്. പേർഷ്യക്കാരുടെ പുതുവത്സര ആഘോഷം അറിയപ്പെടുന്ന പേര് നവറോസ്. ഈ നവറോസ് നിരോധിച്ച മുഗൾ ഭരണാധികാരി ആരാണ്? ഔറംഗസേബ്. അക്ബർ നിർത്തലാക്കിയ ജസിയ നികുതി പുനരാരംഭിച്ച ഭരണാധികാരി ആരാണ്? ഔറംഗസേബ്. അക്ബർ നിർത്തലാക്കിയ ജസിയ എന്ന നികുതി പുനരാരംഭിച്ച മുഗൾ ഭരണാധികാരിയാണ് ഔറംഗസേബ്. ഡെക്കാൻ നയം നടപ്പിലാക്കിയ മുഗൾ ഭരണാധികാരിയും ഔറംഗസേബ് തന്നെയാണ്. ഡെക്കാൻ നയം നടപ്പിലാക്കിയ മുഗൾ ഭരണാധികാരി ആരാണ്? ഔറംഗസേബ്. അടുത്തത് ഒരു PSC മുൻകാല ചോദ്യം. കൊട്ടാരത്തിൽ പാട്ടും നൃത്തവും നിരോധിച്ച മുഗൾ ഭരണാധികാരി ആരാണ്? ഔറംഗസേബ്. കൊട്ടാരത്തിൽ പാട്ടും നൃത്തവും നിരോധിച്ച മുഗൾ ഭരണാധികാരി ആരാണ്? ഔറംഗസേബ്. അവസാനത്തെ മുഗൾ ചക്രവർത്തി ആരാണ്? ഔറംഗസേബ്. ഇത് PSC ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ അവസാനത്തെ മുഗൾ ഭരണാധികാരി ആരാണ് എന്നാണ് ചോദ്യമെങ്കിൽ ബഹദൂർ ഷാ രണ്ടാമൻ. അവസാനത്തെ മുഗൾ ഭരണാധികാരി ആരാണ്? ബഹദൂർ ഷാ രണ്ടാമൻ. സാമൂഗാർ യുദ്ധം ഏത് ചക്രവർത്തിയുടെ അധികാരമാണ് ഉറപ്പിച്ചത്? ഏത് ചക്രവർത്തിയുടെ? ഔറംഗസേബ്. ഇത് PSC ഒരു മുൻകാല ചോദ്യമാണ്. സാമൂഗാർ യുദ്ധം ഏത് മുഗൾ ഭരണാധികാരിയുടെ അധികാരമാണ് ഉറപ്പിച്ചത്? ആരുടെ? ഔറംഗസേബ്. ധർമ്മഡ് യുദ്ധത്തിലും സമൂഗഡ് യുദ്ധത്തിലും
ദാരാ ഷിക്കോവിനെ പരാജയപ്പെടുത്തിയ മുഗൾ ഭരണാധികാരിയാണ് ഔറംഗസീബ്. ഏതൊക്കെ? ധർമ്മഡ് യുദ്ധത്തിലും സമുഗഡ് യുദ്ധത്തിലും ദാരാ ഷിക്കോവിനെ പരാജയപ്പെടുത്തിയ മുഗൾ ഭരണാധികാരി ആരാണ്? ഔറംഗസീബ്. ധർമ്മഡ് യുദ്ധത്തിലും സമുഗഡ് യുദ്ധത്തിലും ദാരാ ഷിക്കോവിനെ പരാജയപ്പെടുത്തിയ മുഗൾ ഭരണാധികാരിയാണ് ഔറംഗസീബ്. ഔറംഗസീബ് ഷൂജയെ പരാജയപ്പെടുത്തിയ യുദ്ധം ഏതാണ്? ഖാജ്വ യുദ്ധം. ഔറംഗസീബ് ഷൂജയെ പരാജയപ്പെടുത്തിയ യുദ്ധം ഏതാണ്? ഖാജ്വ യുദ്ധം. വർഷം 1658. ഔറംഗസീബ് ഷൂജയെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് ഖാജ്വ യുദ്ധം. ഏതാണ്? ഖാജ്വ യുദ്ധം. വർഷം 1658. ലാഹോറിൽ ബാദ്ഷാഹി മോസ്ക് എന്ന പേരിൽ ഒരു മുസ്ലിം പള്ളി പണികഴിപ്പിച്ചത് ആരാണ്? ഔറംഗസീബ്. ലാഹോറിൽ ബാദ്ഷാഹി മോസ്ക് എന്ന പേരിൽ മുസ്ലിം ആരാധനാലയം പണികഴിപ്പിച്ചത് ആരാണ്? ഔറംഗസീബ്. കടൽ കൊള്ളക്കാരിൽ നിന്നും ഔറംഗസീബ് പിടിച്ചെടുത്ത ദ്വീപ് ഏതാണ്? സന്ദീപ് ദ്വീപ്. കടൽ കൊള്ളക്കാരിൽ നിന്നും ഔറംഗസീബ് പിടിച്ചെടുത്ത ദ്വീപാണ് സന്ദീപ് ദ്വീപ്. മുസ്ലിം മതം സ്വീകരിക്കാത്തതിന്റെ പേരിൽ ഔറംഗസീബ് വധിച്ച സിഖ് ഗുരു ആരാണ്? ഗുരു തേജ് ബഹാദൂർ. 9ാമത്തെ സിഖ് ഗുരുവാണ് ഇദ്ദേഹം. ഗുരു തേജ് ബഹാദൂർ. മുസ്ലിം മതം സ്വീകരിക്കാത്തതിന്റെ പേരിൽ ഔറംഗസീബ് വധിച്ച സിഖ് ഗുരു ആരാണ്? ഗുരു തേജ് ബഹാദൂർ. ശിവജിയുമായി നിരന്തരമായ യുദ്ധത്തിലേർപ്പെട്ട മുഗൾ ഭരണാധികാരിയാണ് ഔറംഗസീബ്. ശിവജിയുമായി നിരന്തരം യുദ്ധത്തിലേർപ്പെട്ട മുഗൾ ഭരണാധികാരി ആരാണ്? ഔറംഗസീബ്. ഔറംഗസീബിന്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച വിദേശിയാണ് നിക്കോളോ മനുച്ചി. ഔറംഗസീബിന്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച വിദേശി ആരാണ്? നിക്കോളോ മനുച്ചി. ആരാണ്? നിക്കോളോ മനുച്ചി. ഒരിക്കൽ കൂടെ നോക്കാം. ധർമ്മഡ് യുദ്ധത്തിലും സമുഗഡ് യുദ്ധത്തിലും ദാരാ ഷിക്കോവിനെ പരാജയപ്പെടുത്തിയത് ആരാണ്? ഔറംഗസീബ്. ധർമ്മഡ് യുദ്ധത്തിലും സമുഗഡ് യുദ്ധത്തിലും ദാരാ ഷിക്കോവിനെ പരാജയപ്പെടുത്തിയത് ഔറംഗസീബാണ്. ഔറംഗസീബ് ഷൂജയെ പരാജയപ്പെടുത്തിയ യുദ്ധം ഏതാണ്? ഖാജ്വ യുദ്ധം. ഏതാണ്? ഖാജ്വ യുദ്ധം. വർഷം 1658. ലാഹോറിൽ ബാദ്ഷാഹി മോസ്ക് എന്ന പേരിൽ മുസ്ലിം ആരാധനാലയം പണികഴിപ്പിച്ച ചക്രവർത്തിയാണ് ഔറംഗസീബ്. ലാഹോറിൽ ബാദ്ഷാഹി മോസ്ക് എന്ന പേരിൽ മുസ്ലിം ആരാധനാലയം പണികഴിപ്പിച്ച ചക്രവർത്തി ആരാണ്? ഔറംഗസീബ്. കടൽ കൊള്ളക്കാരിൽ നിന്നും ഔറംഗസീബ് പിടിച്ചെടുത്ത ദ്വീപ് ഏതാണ്? സന്ദീപ് ദ്വീപ്. കടൽ കൊള്ളക്കാരിൽ നിന്നും ഔറംഗസീബ് പിടിച്ചെടുത്ത ദ്വീപാണ് സന്ദീപ് ദ്വീപ്. മുസ്ലിം മതം സ്വീകരിക്കാത്തതിന്റെ പേരിൽ ഔറംഗസീബ് വധിച്ച സിഖ് ഗുരുവാണ് ഗുരു തേജ് ബഹാദൂർ. 9ാമത്തെ സിഖ് ഗുരുവാണ് ഇദ്ദേഹം. മുസ്ലിം മതം സ്വീകരിക്കാത്തതിന്റെ പേരിൽ ഔറംഗസീബ് വധിച്ച സിഖ് ഗുരു ആരാണ്? ഗുരു തേജ് ബഹാദൂർ. ശിവജിയുമായി നിരന്തരം യുദ്ധത്തിലേർപ്പെട്ട മുഗൾ ഭരണാധികാരിയാണ് ഔറംഗസീബ്. ശിവജിയുമായി നിരന്തരം യുദ്ധത്തിലേർപ്പെട്ട മുഗൾ ഭരണാധികാരി ആരാണ്? ഔറംഗസീബ്. ഔറംഗസീബിന്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച വിദേശി ആരാണ്? നിക്കോളോ മനുച്ചി. ഔറംഗസീബിന്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച വിദേശി ആരാണ്? നിക്കോളോ മനുച്ചി. ഔറംഗസീബിന്റെ ഭാര്യയായ റാബിയ ദുരാനിയുടെ സ്മരണയ്ക്കായി മകൻ അസ്ലം ഷാ പണികഴിപ്പിച്ച സ്മാരകം അറിയപ്പെടുന്ന പേര് ബീബിക മക്ബര. എന്താണ്? ബീബിക മക്ബര. ഔറംഗസീബിന്റെ ഭാര്യയായ റാബിയ ദുരാനി. ആരാണ്? റാബിയ ദുരാനി. റാബിയ ദുരാനിയുടെ സ്മരണയ്ക്കായി മകൻ അസ്ലം ഷാ പണികഴിപ്പിച്ച സ്മാരകം അറിയപ്പെടുന്നത് ബീബിക മക്ബര. എന്താണ്? ബീബിക മക്ബര. ഔറംഗസീബിന്റെ ഭാര്യയായ റാബിയ ദുരാനിയുടെ സ്മരണയ്ക്കായി മകൻ അസ്ലം ഷാ പണികഴിപ്പിച്ച സ്മാരകമാണ് ബീബിക മക്ബര.
പാവങ്ങളുടെ താജ്മഹൽ എന്നറിയപ്പെടുന്നത് ബീബി കാ മക്ബര. പാവങ്ങളുടെ താജ്മഹൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? ബീബി കാ മക്ബര. പാവങ്ങളുടെ താജ്മഹൽ ബീബി കാ മക്ബര. ഔറംഗസീബിനെ തുടർന്ന് അധികാരത്തിൽ വന്ന മുഗൾ ഭരണാധികാരിയാണ് ബഹദൂർ ഷാ ഒന്നാമൻ. ആരാണ്? ബഹദൂർ ഷാ ഒന്നാമൻ. ഔറംഗസീബിനെ തുടർന്ന് അധികാരത്തിൽ വന്ന മുഗൾ ഭരണാധികാരിയാണ് ബഹദൂർ ഷാ ഒന്നാമൻ. 1757 പ്ലാസി യുദ്ധ സമയത്തെ മുഗൾ ചക്രവർത്തി ആരാണ്? ആലംഗീർ രണ്ടാമൻ. ആരാണ്? ആലംഗീർ രണ്ടാമൻ. 1757 പ്ലാസി യുദ്ധ സമയത്തെ മുഗൾ ചക്രവർത്തിയാണ് ആലംഗീർ രണ്ടാമൻ. 1764 ബക്സാർ യുദ്ധ സമയത്തെ മുഗൾ ചക്രവർത്തിയാണ് ഷാ ആലം രണ്ടാമൻ. 1764 ബക്സാർ യുദ്ധ സമയത്തെ മുഗൾ ചക്രവർത്തി ആരാണ്? ഷാ ആലം രണ്ടാമൻ. 1757 പ്ലാസി യുദ്ധ സമയത്തെ മുഗൾ ചക്രവർത്തി ആലംഗീർ രണ്ടാമൻ. 1764 ബക്സാർ യുദ്ധ സമയത്തെ മുഗൾ ചക്രവർത്തി ആരാണ്? ഷാ ആലം രണ്ടാമൻ. ഷാ ആലം രണ്ടാമൻ. മുഗൾ രാജവംശത്തിലെ അവസാന ഭരണാധികാരി ആരാണ്? ബഹദൂർ ഷാ സെക്കൻഡ്. ബഹദൂർ ഷാ രണ്ടാമൻ. മുഗൾ രാജവംശത്തിലെ അവസാന ഭരണാധികാരി ആരാണ്? ബഹദൂർ ഷാ സെക്കൻഡ്. ബഹദൂർ ഷാ രണ്ടാമന്റെ യഥാർത്ഥ പേര് ബഹദൂർ ഷാ സഫർ. ബഹദൂർ ഷാ രണ്ടാമന്റെ യഥാർത്ഥ പേര് ബഹദൂർ ഷാ സഫർ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് മുഗൾ ചക്രവർത്തിയായിരുന്നത് ആരാണ്? ബഹദൂർ ഷാ രണ്ടാമൻ അല്ലെങ്കിൽ ബഹദൂർ ഷാ സഫർ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്തെ മുഗൾ ചക്രവർത്തി ആരായിരുന്നു? ബഹദൂർ ഷാ രണ്ടാമൻ അഥവാ ബഹദൂർ ഷാ സഫർ. ബഹദൂർ ഷാ രണ്ടാമന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മ്യാൻമറിലെ റെങ്കൂൺ. മ്യാൻമറിലെ റെങ്കൂൺ.